ഹായ് ഹലോ വെൽക്കം ടു അബീസ് വണ്ടർ വേൾഡ്. നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കേക്കാണ്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ദേ 3 കവർ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓവനോ കുക്കറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലെ സാധാ ഇഡലിപ്പാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഞാൻ ആദ്യം തന്നെ ബൗൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്ക് പൊടിച്ചത് മിക്സ് ചെയ്യാനാണ്. പിന്നെ നമ്മുടെ ചായ ഗ്ലാസിൻ്റെ അളവിൽ 1 ഗ്ലാസ് പാലെടുത്തു, കുറച്ച് ബേക്കിംഗ് പൗഡർ എടുത്തു, ഒരു 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്ര എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ കേക്കെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ പൊടിയണം, എങ്കിലേ ആ കേക്കിൻ്റെ കറക്റ്റ് പരുവത്തിനാവത്തുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് അതിനകത്തോട്ട് പൊട്ടിച്ചിടാം. ഇപ്പം ഞാൻ ഈ കേക്കിൻ്റെ ക്രീമോടാണ് ഇടുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം വേണ്ടെങ്കിൽ ക്രീം ഇളക്കി മാറ്റിയിട്ട് വേണമെങ്കിൽ ബിസ്ക്കറ്റായിട്ട് മാത്രം പൊടിക്കാം. ഇപ്പം ഈ ക്രീമോട് ഇടുന്നത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇപ്പം ഇതിന് നല്ലൊരു മധുരമുണ്ട്. കേക്കിനല്ല ബിസ്ക്കറ്റിന് നല്ല മധുരമുണ്ട്. ഈ ക്രീമോട് ഉള്ളതുകൊണ്ട് അതിന് നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ മധുരം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് പരുവത്തിനുള്ള മധുരമാണ്, അതുകൊണ്ട് ഞാൻ വേറെ പഞ്ചസാരകളൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചിടുകയാണ്. ഇപ്പം 3 കവർ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് 2 കവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഏതാണോ ബിസ്ക്കറ്റ് ഉള്ളത്, നല്ല ക്രീമി ആയിട്ടുള്ളത്, ചോക്ലേറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഏതാണോ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം അത് നന്നേ പൊടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അത് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ബിസ്ക്കറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും അത് നന്നേ പൊടിയണം. നല്ലതായിട്ട് മിക്സിക്കകത്തൊന്ന് അടിച്ച് നല്ല സ്മൂത്തായിട്ട് അതൊന്ന് പൊടിയണം, എങ്കിലേ ആ കേക്കിൻ്റെ കറക്റ്റ് ആ പരുവം കിട്ടത്തുള്ളൂ. ഇനി നന്നേ അതൊന്ന് മിക്സ് ചെയ്യണം. വല്ല കട്ടയായിട്ടോ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്നറിയാൻ നന്നേ ഒന്ന് മിക്സ് ചെയ്ത് അതെല്ലാം ഒന്ന് പൊടിയണം. ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് ഇളകി നല്ല പരുവത്തിനായിക്കോളും. ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇടുകയാണ്. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. ഇനി ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ശരിക്കും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കുന്നത്. അത് കറക്റ്റ് അതിൻ്റെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ഗ്രാജുവലി ആയിട്ട് ഒഴിച്ചു കൊടുക്കാം, കുറച്ചായിട്ട്. ഒരുമിച്ചെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ആ പരുവത്തിന് കിട്ടത്തില്ല. എല്ലാം കൂടി കുഴഞ്ഞായിപ്പോവും. ഇതിപ്പോൾ കുറച്ച് ഒഴിച്ച് അത് മിക്സ് ചെയ്യണം. ഞാൻ സാദാ പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ പാല്, തിളപ്പിച്ചതൊന്നുമല്ല, സാദാ പാലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളെടുത്ത പാല് മൊത്തം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇഡലിക്കുട്ടത്തിനകത്താണ്. അതിനകത്തായിട്ട് ഇഡലിപ്പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ്.
ഇനി പാത്രം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഞാനിപ്പോൾ കേക്കിൻ്റെ മിക്സ് ഒഴിക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങളുടെ സാധാ ഓയിലുണ്ടല്ലോ, ആ ഓയിൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് എല്ലാ സൈഡും ഒന്ന് തേച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഒഴിക്കാം. കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ഒത്തിരി വെള്ളമാവാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ കേക്ക് ഫ്ലോപ്പായി പോവും. പിന്നെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്. പിന്നെ ഇപ്പം നമ്മുടെ ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇപ്പം നമ്മളെടുത്ത ആ 1 ഗ്ലാസ് പാല് കറക്റ്റായിരുന്നു. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അനുസരിച്ച്, ഇപ്പോൾ 2 ഓറ് ബിസ്ക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3/4 കപ്പ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതേ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനിയും ചെയ്യേണ്ടത് നന്നായി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി ഒന്ന് അടിക്കണം. ഇങ്ങനെ അടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനാണ്. നന്നായി ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് അടിക്കണം. അപ്പോൾ അതേ ഞാൻ ഇഡലിപ്പാത്രത്തിൽ തുറന്നതേ അതിലേക്ക് ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഏതൊരു കൊച്ചു പാത്രം മതി നമുക്ക് ഈ പാത്രം വെക്കാൻ വേണ്ടി, കേക്കിൻ്റെ പാത്രം വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതേണ്ട ഒരു ചെറിയ പാത്രം ഇതേ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കാണ് ഈ പാത്രം വെക്കുന്നത്. അപ്പം ലോ ഫ്ലെയിമിലിട്ടേക്കാണ്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റ് ഇതൊന്ന് വേവണം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. അത് വെന്തോന്നറിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പിന്നോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട്, കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. അങ്ങനെ നമ്മുടെ ഓറിയോ കേക്ക് ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പാലും കുറച്ച് ബേക്കിംഗ് പൗഡറും മതി, പിന്നെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. അപ്പം കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണിത്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വാങ്ങിക്കുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ ഐറ്റംസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.